അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവോള, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 കഷ്ണം വെളുത്തുള്ളി എടുക്കുക. അതിലേക്ക് 1 കൈപ്പിടി അളവിലുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്, ചെറിയ സ്പൂണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ജീരകം, ഒരുപാട് കുമിച്ചെടുക്കേണ്ട 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തൈരിൻ്റെ അളവ് കുറയ്ക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കണം. അത് അരച്ചെടുത്ത് നമുക്കൊരു മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലുള്ള ചിക്കനിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ബ്രസ്റ്റിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല, അതായത് തൈരും നമ്മുടെ എല്ലാ ഐറ്റംസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പുറത്ത് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതല്ല ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് ഇതിലേക്ക് ഉള്ള മസാലയ്ക്കുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് സവോള നമുക്കൊന്ന് ഗോൾഡൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള സവോള നേർമയായിട്ട് അരിഞ്ഞതിന് ശേഷം നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ അത് നമുക്ക് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഒരുപാട് ഗോൾഡൻ കളർ ആവാൻ വേണ്ടി നിൽക്കരുത്. ഒരുപാട് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ കറുത്ത കളർ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ കുറച്ച് ബദാം ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പിസ്തയും. ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ചേർക്കാം. പീനട്ട് ഉണ്ടെങ്കിൽ ചേർക്കാം, വാൽനട്ട് ഉണ്ടെങ്കിൽ ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കാം. കാഷ്യൂനട്ട് മാത്രം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സവോളയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പം ആദ്യം ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യെല്ലാം കൂടി ഇട്ട് അതിനുശേഷം വളരെ കുറച്ച് വെള്ളത്തിൽ വേണം ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. നിങ്ങളിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതിയാവും. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും, നന്നായിട്ട് മെൽട്ടായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് എടുത്ത് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ, ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുമിൻ സീഡ്സ്, അതായത് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ആണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ആണെങ്കിലും മതി. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഒരുപാട് സമയം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു മൊത്തം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ആ ഒരു സമയത്ത് നമ്മളിത് ഫൈൻ പേസ്റ്റായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ സവോളയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 5-6 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടിത് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ച് അളവിലുള്ള ഗരം മസാല, ഒരു 1/4 ടീസ്പൂണിലും താഴെ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്. അതിന് പ്രത്യേകിച്ച് ഒരു അളവ് പറയാനില്ല. അത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ വൈറ്റ് പെപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ പകരം ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഇതൊന്ന് വേവാനായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ പശുവിൻ പാൽ, ഞാനിവിടെ ഫുൾ ഫാറ്റ് സാധാരണ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക.
ഉപ്പ് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു നുള്ള ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി സ്കിപ്പ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ എല്ലുള്ള ചിക്കനാണെങ്കിൽ കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉപ്പ് കാര്യങ്ങൾ നോക്കുക. പിന്നെ ഗ്രേവിയുടെ അളവ് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഒരുപാട് ഈ ഒരു തിക്നെസ് പ്രശ്നമില്ല, കാരണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. ഞാനതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തൊന്ന് സെറ്റ് ആകാനായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഇതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് അവസാനമായിട്ട് ഇതിനകത്തേക്ക് ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഓപ്ഷണലാണ്, അതുപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് ഫ്രൈഡ് ഓണിയൻ്റെ ബാക്കിയും ഉണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്യുക. അടച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാം. എല്ലാവർക്കും ഈ കിടിലൻ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും ഒരു അടുത്ത നല്ല വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്